പ്രൈസ് ലോർഡ്. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിലയേറിയ വന്ദനം. പ്രൈസ് ലോർഡ്. ഞാൻ ഡോക്ടർ രാജു കെ ബേബി, കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. കോടതിക്ക് സമീപം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ക്ലിനിക്കുണ്ട്. പ്രയർ ക്ലിനിക്ക് എന്നാണ് പേര്. അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ചുവടെ ചേർക്കുന്നു. നിങ്ങൾക്ക് സംശയമുള്ളവർ അത് നോക്കി വിളിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉചിതമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. ഞാൻ എന്നെക്കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഇതിൻ്റെ 15ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 89 പാസ്സായി, 90 ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്തു. 95 എൻട്രൻസിൽ പോയി. 95 ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറായിട്ട് തിരിച്ചു വരികയാണ്. കേരളത്തിൽ അങ്ങനെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ, ഏതാണ്ട് തൃശ്ശൂർ മുതൽ പാലക്കാട് മുതൽ താഴോട്ട് ഉള്ള സ്ഥലങ്ങളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 പെൺമക്കളുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. അത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയണമെന്ന് നേരത്തെ ചിലരൊക്കെ ആവശ്യപ്പെട്ടു. ആ ആവശ്യത്തിൻ്റെ ബലത്തിലാണ് ഞാനിത് പറയുന്നത്. ഇന്ന് എൻ്റെ മുമ്പിലുള്ളതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യന് ഇന്ന് കൊളസ്ട്രോളിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു സാമൂഹ്യ പ്രവർത്തനവും എനിക്കതിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ 35 വയസ്സിലും 25 വയസ്സിലും ആൻജിയോഗ്രാം ചെയ്യുകയും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിച്ച് നിയന്ത്രണമില്ലാത്ത കൊളസ്ട്രോൾ കൂട്ടിയതിൻ്റെ ഫലമായി അവർ ആജീവനാന്തം കാർഡിയാക് പേഷ്യൻസായിട്ട് തീരുന്നത് ഒരു കാഴ്ച ഇന്ന് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ഡയാലിസിസ് സെൻറ്റർ വളരെ കൂടി വരികയാണ്. കാരണം അവർ ഡയബറ്റീസിന് ശരിക്കും മരുന്ന് കഴിക്കാതെ അവരുടെ യഥേഷ്ടം മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് അവരെല്ലാം ഡയബറ്റീസ് രോഗികളായിട്ട് മാറി. ഈ ഡയബറ്റീസ് കിഡ്നിയും കണ്ണിനെയൊക്കെ ബാധിക്കുന്ന കാര്യം പലതവണ എന്നെപ്പോലുള്ള പല ആൾക്കാരും അവർ യൂട്യൂബിൽ കൂടി പറയുകയും ഒക്കെ ചെയ്തിട്ടും ഇന്നും അത് നേരെ കഴിക്കാതെ അവരുടെ ജീവിതത്തിൻ്റെ ആരോഗ്യനില വളരെ പരിതാപകരമാകുകയും പിന്നീട് കൊച്ചുപ്രായത്തിൽ തന്നെ അവർ ഡയാലിസിസ് രോഗികളും ഹാർട്ട് രോഗികളുമായിട്ട് മാറുന്നത് കണ്ടിട്ടുള്ള വേദന കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് കൊളസ്ട്രോളിനെ കുറിച്ചാണ് പറയാൻ പോണത്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ ഒരു അംശമാണ്. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ വരുന്നതായിട്ടുള്ള സമയത്ത് ഈ കൊളസ്ട്രോൾ കൂടി വരുന്നു. നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ അത് കൊഴുപ്പായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നു. ആ ഒരു സ്റ്റോക്കിൽ ഒന്നാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ ട്രൈഗ്ലിസറൈഡ് വേറൊരു സ്റ്റോക്കാണ്. കൊളസ്ട്രോൾ 10 പേർക്കുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സും അതുപോലെ ഒരാൾക്കെങ്കിലും കാണും. ട്രൈഗ്ലിസറൈഡ്സും കൊളസ്ട്രോളും ഒരുപാട് ദോഷം ചെയ്യുന്നതാണ്. എന്നാൽ ട്രൈഗ്ലിസറൈഡ്സ് നെർവസ് സിസ്റ്റത്തിനെ കൂടുതലായിട്ട് ബാധിക്കുന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ശരിയല്ല. കാരണം ട്രൈഗ്ലിസറൈഡ്സ് ഫെമിലിയലായിട്ട് വരുന്നുണ്ട്. അത് ഹാർട്ടിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം കൊളസ്ട്രോൾ നോർമലായിട്ടുള്ള പേഷ്യൻസിനും ട്രൈഗ്ലിസറൈഡ്സ് കൂടി വന്നാൽ ഹാർട്ടിൻ്റെ പ്രശ്നം വന്നിട്ട് അവർ കാർഡിയാക് സർജറി ചെയ്തതായിട്ടുള്ള ചരിത്രം ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊരു കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ കൊളസ്ട്രോളിനെ വളരെ സൂക്ഷിച്ച് കാണണം. സാധാരണ ഒരാൾക്ക് കൊളസ്ട്രോൾ 200-നകം നോർമലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം അവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. കാരണം നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് കൊളസ്ട്രോൾ വരുന്നത്. ഒരിക്കലൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ അവരുടെ കൊളസ്ട്രോൾ 130-ലോ 100-ലോ താഴെ വെക്കണം. അതേസമയം ഒരു 45 വയസ്സിൽ താഴെ പ്രായമുള്ള ആൾക്കാർ ഈ കൊളസ്ട്രോള് ഒരു 130, ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 130, ഫാസ്റ്റിംഗ് കൊളസ്ട്രോൾ 130 താഴെ തന്നെ വെക്കണം. അതുപോലെ ചീത്ത കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളും അത് താഴെ തന്നെ വെച്ചാൽ മാത്രമേ ഇത് ഹൃദയത്തെ ബാധിക്കാതിരിക്കത്തുള്ളൂ. ഇതൊക്കെ ബാധിച്ച് ഹൃദയത്തിൻ്റെ രക്തധമനികളെ ബാധിച്ച് ആ രക്തക്കൊഴലുകളൊക്കെ വിസ്തീർണം കുറയ്ക്കുകയും ഹാർട്ടിൻ്റെതായിട്ടുള്ളതെയും ബ്രെയിൻ്റെതായിട്ടുള്ള രക്തയോട്ടം കുറയ്ക്കുകയും പിന്നീട് സ്ട്രോക്കായിട്ട് രൂപാന്തരപ്പെടുകയും അതുപോലെ ഹാർട്ട് അറ്റാക്കായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന
ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് ഈ കൊളസ്ട്രോളിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അപ്പോൾ എല്ലാവർക്കും 200-ൽ താഴെ നിൽക്കണമെന്നല്ല, അത് പ്രായത്തിനനുസരിച്ചാണ്. ഒരു 25 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കെല്ലാം 200 നിന്നാലും 25 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു 150-ലും അല്ലെങ്കിൽ 130-ലും താഴെ നിൽക്കണം. അത് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും അതുപോലെ മറ്റ് അനേക സംഘടനകളും ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടുള്ളവരാണ്. നമ്മളൊരു പക്ഷേ ചോദിക്കും, ഈ കൊളസ്ട്രോളൊന്നും പണ്ടില്ലായിരുന്നല്ലോ. പണ്ട് പലതും ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് പലതും ഉണ്ട്. പണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കറക്റ്റ് ഡ്രഗ്സ് ഇല്ലായിരുന്നു, ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഇല്ലായിരുന്നു. അന്നും ആൾക്കാർ മരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, അനേകം ആൾക്കാർ പ്ലേഗ് നിമിത്തം മരിച്ചു, അനേകം ആൾക്കാർ കോളറ നിമിത്തം മരിച്ചു. ഇതൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തിലുണ്ടായിട്ടുള്ളതാണ് പഴയ കാലങ്ങളിൽ. എന്നാൽ ഇന്നാരും കോളറ കൊണ്ട് മരിക്കുന്നില്ല, ഇന്നാരും പോളിയോ കൊണ്ട് ബാധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പഴയകാല കാര്യങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് പറയരുത്. അന്ന് ആൾക്കാർക്ക് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഇന്ന് ആൾക്കാർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. ചിലർക്ക് റിമോട്ട് കൺട്രോള് ഞെക്കുന്ന മാത്രമാണ് അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു ജോലി. ഇന്നത് മാറി, ഇന്നിപ്പം മൊബൈൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ജീവിതം മുഴുവനും രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവർ മൊബൈലിൻ്റെ പുറകെ നടക്കും. അപ്പോൾ ഈ കൊളസ്ട്രോൾ മാറ്റാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എക്സസൈസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരിടത്ത് അങ്ങ് കുത്തിയിരിക്കരുത്. ഡെയിലി ഒരു രാവിലെ വൈകുന്നേരം നടക്കണം. ചില ആൾക്കാർ ചോദിക്കും, വേർക്കുന്ന വരെ നടക്കണമെന്നൊന്നുമില്ല. ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മതി. സെഡൻറ്ററി ലൈഫല്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള ലൈഫ്. അതായത് ഒരു 6 കിലോമീറ്റർ രാവിലെയും ഒരു 3 കിലോമീറ്റർ വൈകിട്ടും നടന്നു കഴിഞ്ഞാൽ അതൊരാഴ്ചയിൽ നമ്മൾ ഒരു 5-6 ദിവസമെങ്കിലും അത് മുടങ്ങാതെ നമ്മൾ ചെയ്താൽ അത് ഗുണം ചെയ്യും. അതാണ് ഒരു കാര്യം. നമ്മുടെ രക്തയോട്ടമൊക്കെ കൂടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അത് മുടങ്ങാതെ തന്നെ ചെയ്യണം. പിന്നെ അതൊരു കാര്യം. രണ്ടാമത് നമ്മൾ ഡയറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. ഇന്ന് കൊഴുപ്പുള്ള ഡയറ്റുകളാണ് ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത്. കാരണം ജങ്ക് ഫുഡ്സിൽ ഒരുപാട് ഇതുണ്ട്. അതുപോലെ ഐസ്ക്രീമിൽ, അതുപോലെ ഈ കൊഞ്ച്, ഞണ്ട്, ഇങ്ങനെയുള്ള ആർത്രോപോഡ്സ്, അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ട്. അതുപോലെ ബീഫ്, കാളയിറച്ചി, പോത്തിറച്ചി, പിന്നെ പന്നിയിറച്ചി, ഇങ്ങനെയുള്ളതിനകത്തെല്ലാം ഉണ്ട്. അതുപോലെ വലിയ മീനുകളായിട്ടുള്ള ചൂര, ആവോലി, കേര, ഇങ്ങനെയുള്ള ഇതിനകത്തെല്ലാം കൊളസ്ട്രോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ മീൻ ഉപയോഗിച്ച് പഠിക്കണം. ചില രുചികരമായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ചെറിയ മീനായിട്ടുള്ള ചെറിയ മീനായിട്ടുള്ള നെത്തോലി നമ്മൾ കഴിക്കണം. അതുപോലെ നമ്മൾ കഴിക്കണം, മത്തി കഴിക്കാം. എണ്ണ ചേർക്കാതെ തന്നെ വറുത്തെടുക്കാനുള്ള ആധുനികമായിട്ടുള്ള മെത്തേഡ്സ് ഇപ്പോൾ അവൈലബിളാണ്. അതുകൊണ്ട് മത്തി കഴിച്ചാൽ omega-3 ഫാറ്റി ആസിഡ്സ് കൂടുകയും അത് സംബന്ധം HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോള് കൂടുകയും ചെയ്യും. HDL നമുക്ക് എത്രത്തോളം കൂടിയിരിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അത് 50-ന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. LDL കൊളസ്ട്രോൾ എത്ര കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ VLDL കൊളസ്ട്രോൾ എത്ര കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം അത് നല്ലതാണ്. മുട്ട എന്ന് പറഞ്ഞാൽ ചിലർക്കൊരു ഹരമാണ്. ഡെയിലി 2 മുട്ട തിന്നുന്നവരുണ്ട്. പക്ഷേ മുട്ട താറാമുട്ടയായിരുന്നാലും കോഴിമുട്ടയായിരുന്നാലും അതിൻ്റെ മഞ്ഞക്കുരു നമുക്ക് ദോഷം ചെയ്യും. എന്നാൽ നമുക്ക് അതിൻ്റെ വെള്ള പുഴുങ്ങി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, വെള്ള മാത്രം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ ഈ ഓയിസ്റ്റർ, ഞണ്ട്, കൊഞ്ച്, ഇങ്ങനെയുള്ള സാധനങ്ങളകത്തെല്ലാം ഉണ്ട്. അതുപോലെ പാൽപ്പാട, ഇതിനകത്ത് ഒക്കെ ഇതുള്ളതാണ്, ഈ കൊളസ്ട്രോൾ ഉള്ളതാണ്. പിന്നെ മറ്റൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത്, വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കരുത്. ഈ വെളിച്ചെണ്ണയെക്കുറിച്ച് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് വെളിച്ചെണ്ണ പണ്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെളിച്ചെണ്ണയും പാം ഓയിലും ഒരുപോലെ ദോഷം ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഫ്രൈ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഈ പാം ഓയിലും ഫ്രൈയും ഉപയോഗിക്കരുത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ തവിട് ഓയിൽ, അല്ലെങ്കിൽ ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്ന ഓയിലുകൾ നമുക്ക് ഉപയോഗിക്കാം.
എപ്പോഴും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ആനിമൽ ഫാറ്റി ആസിഡ്സ് ഒരുപാട് ദോഷം ചെയ്യും. വെജിറ്റബിൾ ഫാറ്റി ആസിഡ്സ് അത്രയും ദോഷം ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. പിന്നെ നമുക്ക് കഴിക്കാവുന്നത് മുട്ടയുടെ വെള്ള കഴിക്കാം. അതുപോലെ എല്ലാ വെജിറ്റബിൾസിനകത്തും ഫാറ്റിൻ്റെ കണ്ടൻസ് വളരെ കുറവാണ്. വെജിറ്റബിൾസ് എല്ലാം കഴിക്കാം. സാലഡ്സ് കഴിക്കാം. അതുപോലെ ഓട്സ്, ഇന്ന് നമുക്ക് പലതരം ഓട്സ് കിട്ടുന്നുണ്ട്. കോക്കർ ഓട്സ് എന്ന് പറയുന്ന പ്രത്യേകം തരം ഓട്സ് ഒന്നും അല്ല, അതൊരു കമ്പനിയുടെ ട്രേഡ് നെയിമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓട്സുകൾ കഴിക്കാം. ഓട്സിൻ്റെ കഞ്ഞി വെച്ച് കുടിക്കുക, അല്ലെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കുക, അല്ലെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നതിനെക്കാട്ടിലൊക്കെ നല്ലതെന്ന് പറയുന്നത് ഓട്സിൻ്റെ പുട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഓട്സിൻ്റെ മീൽസ് കഴിക്കുക. അപ്പോൾ ഈ ഓട്സിനകത്തൊക്കെ കൊളസ്ട്രോൾ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, ദിനചര്യങ്ങളെ നമ്മൾ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന് പോയെങ്കിൽ നമ്മൾ ആ ജീവനാന്തം നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് കൊണ്ട് പോകണം. അതുപോലെ വെളുത്തുള്ളി, കുടംപുളി, സോയാബീൻസ്, ലൈം ജ്യൂസ്, മുട്ടയുടെ വെള്ള, ഇതൊക്കെ നമുക്ക് കഴിക്കാം. ഞണ്ട്, ഇങ്ങനെ പാൽപ്പാട, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുകയും ചെയ്യണം. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ ഭക്ഷണക്രമത്തെക്കുറിച്ചും കൊളസ്ട്രോളിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ കൃതാർത്ഥനായി. അനേക ഹൃദയരോഗികളാകാതിരിക്കാനും അവരുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനും നിങ്ങളുടെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങളുടെ വീട്ടുകാരുടെ ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതെല്ലാം നമ്മൾ കണക്കിലെടുത്ത് വേണം ഇങ്ങനെ ചെയ്യാൻ. മറ്റു സംശയങ്ങൾക്ക് നിങ്ങൾ എന്നെ ഫോണിൽ ബന്ധപ്പെടുക. ഇതുവരെ എന്നെ കേട്ടതായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അവരുടെ നന്ദി അറിയിക്കുന്നു. ഇഷ്ടമുള്ളവരെ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഇഷ്ടമുള്ളവരെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളിൽ ഇനിയും ഇതിന് കാണണം, ഇതുപോലുള്ള എപ്പിസോഡുകൾ കാണണം എന്നുള്ളവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ദൗത്യത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവരെ എന്നെ ശ്രവിച്ചതായിട്ടുള്ള പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.